നമസ്കാരം. നമസ്കാരം. വീണ്ടും തെരഞ്ഞെടുപ്പുകൾ പടിവാതിലെത്തി. ഏകദേശം അതെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു വർഷത്തിനുള്ളിൽ. ഒരു വർഷം ഒരു വലിയ കാലാവധിയല്ല. 1.5 വർഷം കഴിയുമ്പോൾ വീണ്ടും കേരളം ആര് ഭരിക്കണം എന്നുള്ള വലിയൊരു തെരഞ്ഞെടുപ്പ്. അതെ അതെ സാർ, നമ്മളൊക്കെ ഈ കേട്ടിരുന്ന ഒരു മോശമായ പ്രവണത കേരളത്തിലേക്കൊക്കെ ഇങ്ങോട്ട് വരുന്നോ എന്നൊരു സംശയമുണ്ട്. നമ്മളത് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതായത് രാഷ്ട്രീയത്തെ മതം വിഴുങ്ങുന്ന ഒരവസ്ഥ. എങ്ങനെ സാർ അതിനെ നോക്കിക്കാണും? അത് ഇന്ത്യ മഹാരാജ്യത്ത് കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിലെ ജാതി മത സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു. അതെ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വന്ന സമയത്ത് ഭാഷ സ്വാധീനിച്ചു. ശരിയാണ്. ഇപ്പം തമിഴ്നാടിനെ വെച്ച് നോക്കുമ്പോൾ ഭാഷയും ദ്രാവിഡ വിഭാഗങ്ങളും ഒക്കെ ഒരു ഒത്തുചേരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കണ്ടു. ഇന്നും തമിഴ്നാട്ടിൽ അത് നിലനിൽക്കുന്നു താനും ഉണ്ട്. പക്ഷേ ജാതി മതസ്വാധീനങ്ങൾ ഏറ്റവും അധികം രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനം ചെലുത്തിയിരുന്നത് ഉത്തരേന്ത്യയിലാണ്. കേരളം എക്കാലവും അതിൽ നിന്ന് വേറിട്ട പാത സ്വീകരിച്ച ഒരു ചരിത്രമാണുള്ളത്. സ്വീകരിച്ചിരുന്നു അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം നമുക്ക് 67 മന്ത്രിസഭയായാലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഭരിച്ചിരുന്ന മന്ത്രിസഭകളായാലും, അതേപോലെ തന്നെ കോൺഗ്രസ് ഭരിച്ചിരുന്ന മന്ത്രിസഭകളായാലും, കെ കരുണാകരനായാലും ഒക്കെ അങ്ങനെ നിരവധി നേതാക്കൾ. ഇപ്പോൾ പി കെ വാസുദേവൻ CPIയുടെ നേതാവായിട്ട് മുഖ്യമന്ത്രിയായിരുന്നതാണ്. C അച്യുതമേനോൻ നമുക്കൊരിക്കലും കേരളത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രിയാണ്. എന്നും എക്കാലവും കേരളത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി വെക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി തന്നെ C അച്യുതമേനോനെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതെ, തീർച്ചയായും. പക്ഷേ അങ്ങനെ ഒട്ടേറെ നന്മകളുടെ കൂത്തമ്പലം എന്ന് ആയിരുന്നു കേരളം രാഷ്ട്രീയം എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒത്തിരി സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിങ്ങോട്ട് മാറി മാറി വന്ന് എനിക്ക് തോന്നുന്നു ഈ ജാതി മത ഇടപെടലുകൾക്ക് കൂടുതലായി അവസരം ഒരുക്കി കൊടുത്തത് കോൺഗ്രസ് ആണ്. അതെങ്ങനെ പറയാൻ സാധിക്കും? അത് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ലീഗിൻ്റെ ഒരു വളർച്ചയും വരവും, കോൺഗ്രസിന്റെ തളർച്ച പല മേഖലകളിലും ലീഗിന്റെ കടന്നുവരവോടുകൂടി ഉണ്ടായിട്ടുണ്ട്. ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായത് ഇതിനൊക്കെ വളരെ മുമ്പാണെങ്കിൽ പോലും കേരളത്തിൽ മലബാർ മേഖല, മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള ആ ഒരു പ്രക്ഷോഭമൊക്കെ നടന്ന് മലപ്പുറം ജില്ലയൊക്കെ രൂപീകൃതമായ ഒരു കാലഘട്ടത്തിലാണ് ലീഗിന്റെ ശക്തി കേരളത്തിൽ വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അവര് ശക്തി വർദ്ധിച്ചത് മാത്രമല്ല, ഭരണത്തിൽ അവര് നിർണായകമായ ശക്തിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൈകടത്തൽ CH മുഹമ്മദ് കോയ ഈ ലീഗിന്റെ ആദ്യത്തെ അവസാനത്തെയും ഒരു മുഖ്യമന്ത്രി എന്ന പദത്തിലേക്ക് CH മുഹമ്മദ് കോയ വന്നതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അതിനുശേഷം ലീഗിന് ശക്തി കൂടുക തന്നെയാണ് ചെയ്തത്. ആ ഒരു ശക്തിയെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസ് വലിയ ഇളവുകൾ നൽകി, വിട്ടുവീഴ്ചകൾ നൽകി അവരെ കൂടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അത് വന്ന് അപ്പോൾ ഇടതുപക്ഷവും ഇത് കണ്ടിട്ട് അടുത്ത ഒരു കഷ്ണത്തെ പിടിച്ച് കൂട്ടി നിർത്താൻ സാധിച്ചു. അങ്ങനെയാണ് പിന്നെ മറ്റേ അഖിലേന്ത്യാ ലീഗ്, സുലൈമാൻ സേട്ടിന്റെ ലീഗിനെ കൂടെ പിന്നെ ഇവരൊരു കഷ്ണം പിളർന്നു മാറിയ സമയത്ത് ഇടതുപക്ഷം കൂടെ കൂട്ടി. അപ്പൊ രണ്ടുപേരും ഏകദേശം ഒരേ പാതയിൽ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ മൂല്യശോഷണം സംഭവിച്ചു. സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് വേണം അതിനെ മനസ്സിലാക്കാൻ. ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു. അപ്പോൾ വോട്ടിനു വേണ്ടി സമുദായത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് ഇരു മുന്നണികളും വന്നു. പക്ഷെ വന്ന് ഇപ്പം അതിൻ്റെ വ്യാപ്തി വളരെ അപകടകരമാം വിധം വർദ്ധിക്കുന്നു. ഈ ചേലക്കര പാലക്കാട് തെരഞ്ഞെടുപ്പോടുകൂടി അത് പാലക്കാട് വളരെ വ്യക്തമായി, ചിത്രം വളരെ വ്യക്തമാണ് പാലക്കാടിനെ സംബന്ധിച്ച്. അപ്പോൾ ഇത് വന്ന് ഇത്തരത്തിലേക്ക് വന്നപ്പോഴും ഇപ്പം ലീഗിനെ സംബന്ധിച്ച് ലീഗ് എപ്പോഴും മുസ്ലിംകളുടെ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ പോലും പക്ഷേ കുറച്ച് മതേതര സ്വഭാവം അവരെപ്പോഴും പുലർത്തി പോരുന്നുണ്ട്. വർഗീയ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അവരിൽ വർഗീയതയുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്കാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് അവർ തുറന്നു പറയാറുമുണ്ട്. വർഗത്തിന് വേണ്ടിയാണ്. എങ്കിൽ പോലും ഒരു തീവ്ര വർഗീയ നിലപാടിൽ നിന്ന് എപ്പോഴും മുസ്ലിം ലീഗ്, പാണക്കാട് കുടുംബം എപ്പോഴും അതിനെ എതിർത്ത് മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ. പക്ഷേ ഇപ്പോൾ ഈ പാലക്കാട് കണ്ടത് അത്ര ശുഭകരമായ, കേരളത്തിന് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സമവാക്യമാണെന്ന് തോന്നുന്നില്ല. അത് കേരളം ചർച്ച ചെയ്യാൻ കാരണം ഈ ഒരു പാലക്കാടിലെ
തെരഞ്ഞെടുപ്പ് പരാജയം സംഭവിച്ച ഉടനെ തന്നെ മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കുന്ന ഈ LDF എന്ന് പറയുന്ന നേതാക്കന്മാർ അത്തരം രീതിയിലുള്ള പ്രതികരണം നടത്തി എന്നുള്ളതാണ്. ഈ മുഹമ്മദ് റിയാസ് ആയാലും ME ഗോവിന്ദൻ മാസ്റ്റർ ആയാലും മുഖ്യമന്ത്രി പിണറായി സഖാവായാലും ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPയുടെയും സഹായത്തോടു കൂടിയാണ് ഇവർ ജയിച്ചത്. അത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അതിനകത്ത് കാര്യമുണ്ട്. അതിനകത്ത് ശരി ഇല്ലാതെ ഇല്ല. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ആദ്യം കൂട്ടുകൂടിയ രാഷ്ട്രീയ പാർട്ടി LDF രാഷ്ട്രീയ മുന്നണി 2019 വരെ. അപ്പം അവരുടെ ആശീർവാദത്തോടു കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത്. അതെ, ആ വെൽഫെയർ പാർട്ടി പല സ്ഥലത്തും മത്സരിച്ചു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പല സ്ഥലത്തും LDFന്റെ സഹായത്തോടു കൂടി അവർ വിജയിച്ചു. ഇപ്പോഴും പല പഞ്ചായത്തുകളിലും LDFനും UDFനും പിന്തുണ കൊടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി പഞ്ചായത്തുകളിൽ ഭരണം നിലനിർത്തുന്നുണ്ട്. അത് ഭാഗത്തുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിനും അതിൽ നിന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഇത്ര പ്രാവശ്യം ഞങ്ങൾ ചർച്ച നടത്തി തീരുമാനമെടുത്ത് പിന്തുണ കൊടുത്തിട്ടുണ്ടെന്ന് അസന്നിഗ്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതിന് പിന്നെ CPM നിഷേധിച്ചിട്ടില്ല. ഇല്ല, അതിന് മറുപടി പറഞ്ഞില്ലല്ലോ. സാർ, മറുപടി എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ PDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് കൂടി ചേർന്നുകൊണ്ട് പലയിടത്തും അധികാരത്തിൽ വന്നൊരു പ്രസ്ഥാനമാണ്. അതെ അല്ലേ? അപ്പോൾ അബ്ദുൽ നാസർ മദനിയെ തെറ്റുകാരനാവട്ടെ അല്ലാതായിക്കോട്ടെ, അദ്ദേഹത്തോടും വേദി പങ്കിട്ട ആളല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ? അല്ല, ഇവിടെ പാലക്കാട് തന്നെ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. പാലക്കാട് പറയുമ്പോൾ ഇതിനകത്ത് ഒരു വലിയ ഒരു രാഷ്ട്രീയ തന്ത്രം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. CPMനെ സംബന്ധിച്ച് CPMലുള്ളവരെല്ലാം ബുദ്ധിശൂന്യന്മാരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, സാധിക്കില്ല. അവര് രാഷ്ട്രീയത്തിൽ മണ്ടന്മാരൊന്നുമല്ല. അല്ലല്ല, അത്യാവശ്യം രാഷ്ട്രീയത്തെ കുറിച്ച് നല്ല അറിവും ബോധ്യവുമുള്ള ചാണക്യന്മാരുള്ള ഒരു തന്ത്രമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിൽ 14,000-ൽ പരം വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. വിജയം ഉറപ്പായി കോൺഗ്രസ്സുകാർ പോലും പ്രകടനം നടത്തുന്നതിന് മുമ്പ് SDPI രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് വിജയിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുന്നു പാലക്കാട്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. അതെ, ആ പ്രകടനം കഴിഞ്ഞപ്പോഴാണ് ഗോവിന്ദൻ മാസ്റ്ററിന്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചും കോൺഗ്രസ് സംബന്ധിച്ചും വലിയൊരു അപകടത്തിലേക്കാണ് ആ ഒരു തന്ത്രം കൊണ്ടെത്തിക്കാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, ശ്രീ PP തങ്കച്ചൻ, എറണാകുളം ജില്ലയിലെ PP തങ്കച്ചൻ മുൻ സ്പീക്കറായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്ന ആളാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്, 2016 ആണെന്ന് തോന്നുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ 14 അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് കോൺഗ്രസ് ജയിച്ചു കയറി വന്നു. എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള അന്ന് വടക്കേക്കര മണ്ഡലമുണ്ട്, ഇപ്പൊ അത് പറവൂറുമായിട്ട് മാറിയത്. വടക്കേക്കര നിയോജകമണ്ഡലത്തിൽ വരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ച് 13 അസംബ്ലി മണ്ഡലങ്ങളും ജയിച്ചപ്പോൾ പെരുമ്പാവൂർ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ്. പെരുമ്പാവൂർ വളരെ അപൂർവമായിട്ട് എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. ശരിക്കും ഇടതുപക്ഷത്തിന്റെ ആളുകൾ ജയിച്ചു വന്ന കാൻഡിഡേറ്റ് ജയിച്ചു വന്ന ഒരു ഓർമ്മ എനിക്കില്ല. കോൺഗ്രസിന്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ PP തങ്കച്ചൻ ദയനീയമായി തോൽക്കുന്നു. 13 അസംബ്ലി മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് കോട്ടയിൽ വരെ UDF ജയിച്ചു വന്ന സ്ഥലത്ത്, ജില്ലയില് പെരുമ്പാവൂരിൽ PP തങ്കച്ചൻ തോൽക്കുന്നു. സീനിയർ നേതാവാണ്. വളരെ സ്വാധീനം പെരുമ്പാവൂരിനെ സംബന്ധിച്ചുള്ള ജനകീയനായ ഒരു നേതാവാണ്. എന്തുകൊണ്ട്? അവിടെ ഒരു ട്വിസ്റ്റ് നടന്നു. ആ ട്വിസ്റ്റ് മറ്റൊന്നുമല്ല, അന്ന് PDP വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സമയമാണ്. PP തങ്കച്ചൻ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് PDP വലിയൊരു ഹോർഡിംഗ് അങ്ങ് വെച്ചു. വലിയൊരു ഫ്ലെക്സ് ബോർഡ് പെരുമ്പാവൂർ നഗരത്തിന്റെ മധ്യഭാഗത്ത് PP തങ്കച്ചനെ PDP പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൾ നാസർ മദനിയുടെ ഒരു പൂർണ്ണകായ പടവും ഇവർ ആവശ്യപ്പെട്ടിട്ടല്ല അല്ല ഈ PP തങ്കച്ചന്റെ ചെറിയൊരു ഫോട്ടോയും കൈപ്പത്തിച്ചിരുന്നു. ഇവിടെ സംഭവിച്ചത് എന്താ? PDPയുടെ പിന്തുണ. അപ്പൊ PDPയെയും അബ്ദുൾ നാസർ മദനിയെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ഉള്ള ഒരു അസംബ്ലി മണ്ഡലമാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂർ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലമല്ല, ക്രിസ്ത്യൻ ഹിന്ദു മെജോറിറ്റി നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ PP തങ്കച്ചന് ഒരൊറ്റ ഫ്ലക്സ് തിരിച്ചടിയായി തോൽവിയുടെ രുചി കയ്പ് കുടിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. ഈ അനുഭവമാണ് നമ്മൾ പാലക്കാട് ഓർമ്മപ്പെടുത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ ആരുടെ MLA ആണ്? SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കോൺഗ്രസ് MLA, UDF MLA ആണല്ലോ. ഇത് ആര് ഇതിനെ ഇത്തരത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നു? അപ്പൊ ഇത് ഭാവിയിൽ കേരളത്തിൽ UDFന്റെ സാധ്യതകൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല.
ഇത് ഇടതുപക്ഷം മുതലെടുക്കും. നാളത്തെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രചരണം ഇതായിരിക്കും. മത തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആണ് ഐക്യജനാധിപത്യം വേണ്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നുള്ള ഒരു നല്ലൊരു അടി കിട്ടാനുള്ള സാധ്യത UDF-ന് ഉണ്ട്, രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കും. സാർ, അപ്പോൾ ഒരു സ്വാഭാവികമായ സംശയം, എന്തുകൊണ്ട് ഈ UDF ഇത്തരം വർഗീയ പാർട്ടികളുമായി ഞങ്ങൾക്ക് യാതൊരു പരസ്യബന്ധങ്ങളോ രഹസ്യബന്ധങ്ങളോ ഇല്ല എന്നും ഒരു തെരഞ്ഞെടുപ്പിലും ഇത്തരക്കാരുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്നും ഈ മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല? പരസ്യമായ നിലപാടിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല? പറയാൻ സാധിക്കാത്തത് ഇതാണ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സമുദായ സംഘടനകളെ എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭയമായിട്ട്, ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ നിഷ്പക്ഷമായിട്ട് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വോട്ട് പിടിക്കാനാണെന്നുണ്ടെങ്കിൽ എന്തിന് പിന്നെ രാഷ്ട്രീയ നേതാക്കൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾ മത നേതാക്കന്മാരുടെ പള്ളിയരമനകളിലും പിന്നെ മന്നത്ത് പത്മനാഭന്റെ ആസ്ഥാനത്തും ആദ്യം പിന്നെ നമ്മുടെ കണിച്ചുകുളങ്ങരയൊക്കെ പോകുന്നത് ആദ്യം അവിടെയാണ് പോണത്. സ്വന്തം അമ്പലത്തിലോ സ്വന്തം പള്ളിയിലോ പോയി ഒരു വഴിപാട് നടത്തുന്നതിന് മുമ്പ്, സ്വന്തം ഇടവകയിലെ പള്ളിയിലച്ഛനെ കാണുന്നതിന് മുമ്പ് പോകുന്നത് ആൾദൈവങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കേരളത്തിൽ അതാണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്, കേരളം മത രാഷ്ട്രവാദികളുടെ നിയന്ത്രണത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നു. അവിടെ അത് ഗുണം ചെയ്യാൻ പോകുന്നത് BJP-ക്കാണ്. BJP-യുടെ കാലങ്ങളായിട്ടുള്ള പ്രചരണം ഇതാണല്ലോ, ഇതായിരുന്നു. ആ പ്രചരണത്തിന് ആക്കം കൂട്ടുന്ന തരത്തിൽ അതിന് വഴിമരുന്ന് ഇട്ടുകൊടുക്കുകയായിരുന്നു പാലക്കാട് കോൺഗ്രസ് നേതൃത്വം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരും. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ഉടനെ വരാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വിധേയമാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ ബാധിക്കും, UDF-നെ ബാധിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം UDF-ലും കോൺഗ്രസിനും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിഭാഗങ്ങൾ BJP പാളയത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കും എന്നാണ് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാർ, ഈ BJP-യുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ തിരുവനന്തപുരം ആസ്ഥാനത്ത് BJP-യുടെ ഒരു പുതിയ ഘട്ടം ഉദ്ഘാടനം ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിരന്തരമായി അതുവഴി പോകുന്നയാളാണ്. മാരാർ ഹൗസ് തന്നെയാണ്. അത്തരം ഒരു പാർട്ടി ഓഫീസ് ഞാൻ ഇന്ത്യയിൽ എവിടെയും കണ്ടിട്ടില്ല. 7 സ്റ്റാർ സൗകര്യത്തിലുള്ളൊരു പാർട്ടി ഓഫീസാണ് അനന്തപുരിയിൽ ഒരുങ്ങുന്നത്. ഇങ്ങനൊരു പാർട്ടി ഓഫീസ് ഈ കേരളം നിരന്തരമായി ഭരിക്കുന്ന LDF-നോ കുറേയധികം വർഷങ്ങൾ ഭരിച്ച കോൺഗ്രസിനോ ഒന്നുമില്ല. അപ്പോൾ ഇത് അതായത് പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്നാൽ താമസിക്കുവാൻ സൗകര്യമുള്ള രീതിയിൽ നിരവധി ഹെലിപ്പാഡോട് കൂടിയിട്ടുള്ള ഒരു, സാർ നേരത്തെ BJP-യുടെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. എന്താ പറയുക, നല്ല ഒരു നേതൃത്വം ഈ കേരളത്തിലെ BJP-യെ നയിക്കാൻ ശക്തമായ ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ ജനം BJP-ക്കൊപ്പം ഉണ്ടെന്നുള്ളൊരു തെളിവാണ് സുരേഷ് ഗോപിയുടെ വിജയം. അതെ, മറന്നുപോകുന്നത് ലോക്സഭയിലേക്ക് ഇത്രയും വോട്ടിന് തൃശ്ശൂർ ലോക്സഭയിലേക്ക്. അതിന്റെ തെളിവാണ് ശോഭാ സുരേന്ദ്രൻ 2 ലക്ഷത്തിലധികം വോട്ടുകൾ ഈ ആലപ്പുഴയിൽ പിടിച്ചത്. ആലപ്പുഴ ചിറയൻകീഴിൽ മത്സരിച്ചപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ശോഭ നല്ല വോട്ട് പിടിച്ചതാണ്. അവിടെ ഇതൊരു മാറ്റം വരുത്തിയാണ്. അവിടെ ഇപ്പോൾ പിന്നെ V മുരളീധരൻ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. നല്ലൊരു പോരാട്ടം തന്നെയായിരുന്നു അവിടെ. പക്ഷേ ഇത്തരം വോട്ട് ചെയ്യാൻ BJP-യുടെ അയിത്തം മാറ്റി വെച്ചുകൊണ്ട് BJP-യോട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ മാറ്റി നിർത്തൽ, ഒരു കാലഘട്ടത്തിൽ BJP ഭയങ്കരമായിട്ട് കേരളം മാറ്റി നിർത്തിയതാണ്. ആ മാറ്റി നിർത്തലിൽ നിന്ന് ഇപ്പൊ ചേർത്ത് പിടിക്കലിലേക്ക് ജനം റെഡിയായി, ജനങ്ങൾ റെഡിയാണ്. വർഗം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായം വലിയ പിന്തുണയായിട്ട് അവരോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് BJP കേന്ദ്ര നേതൃത്വം ശക്തമായ ഇടപെടലുകൾ കേരളത്തിൽ നടത്താൻ വേണ്ടി ഇതൊക്കെ തയ്യാറെടുത്തു കഴിഞ്ഞു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ BJP-യെ സംബന്ധിച്ച് ഉത്തരേന്ത്യൻ പാർട്ടിയാണ്. ഉത്തരേന്ത്യയിലാണ് അവർ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉറപ്പിച്ചിരുന്നത്. പക്ഷേ ഈ മതന്യൂനപക്ഷങ്ങളുടെ ഒരു പിന്തുണ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു പിന്തുണ ഇവരോടൊക്കെ അടുത്ത് വന്നു എന്ന് കണ്ടപ്പോൾ തന്നെ കേന്ദ്ര നേതൃത്വം അലർട്ടായിട്ടുണ്ട്. അപ്പോൾ ആ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടിയൊക്കെ തന്നെയാണ് ഈ വലിയ സംവിധാനങ്ങളും ഓഫീസുകളും ഒക്കെ വരാനും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. ഇപ്പം ഈ BJP എന്ന പ്രസ്ഥാനം 20ഓളം സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പം അത്ര ഒരു ദീർഘവീക്ഷണം അതിന് പിന്നിൽ. തീർച്ചയായിട്ടും സ്വാഭാവികമായി നമ്മുടെ ഇപ്പം നേരത്തെ എങ്ങനെയൊക്കെ നമ്മൾ പോയാലും കറങ്ങി തിരിഞ്ഞ് വന്ന് നിൽക്കുന്നത് ചേലക്കരയിലും
പാലക്കാടും ഒക്കെയാണ്. അവിടെ എത്രത്തോളം വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായി. ഇനിയുള്ളൊരു 1.5 വർഷക്കാലം എന്തായാലും കേരളം കലുഷിതമായിരിക്കും. അതെ, തീർച്ചയായിട്ടും. സംഘടനകളും സംഘർഷങ്ങളും രാഷ്ട്രീയ ചേരിതിരിവുകളും കാലുമാറ്റങ്ങളും കാലുവാരലും ഒക്കെ ആയിരിക്കും. അതെ, ഇപ്പോൾ തന്നെ എല്ലാ പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞു. മാണിയുടെ കാര്യം, ജോസ് കെ മാണി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ സംസാരിക്കുന്ന ഇത് കേട്ടിരിക്കുന്ന ജനങ്ങളാണ് യഥാർത്ഥത്തിൽ വിഡ്ഢികളെന്ന് പറയേണ്ടി വരും. അതെ, അതേസമയം എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ UDF ഇത്തരം ചില നിലപാടുകളും ബി ജെ പി പിടിക്കുന്ന വോട്ടുകളും, കാരണം ഈ ജാതിമത സംഘടനകൾക്ക് കൂടുതൽ അവർ UDF ചേർത്ത് പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ BJPക്ക് ഉണ്ടാവും. അതെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ UDF വോട്ടുകൾ BJPയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയും കോൺഗ്രസ് പിന്നെ അതേ സമയത്ത് ഇടതുപക്ഷം ചിട്ടയോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തവണ കൂടെ അധികാരത്തിൽ വരാതിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. അഥവാ വന്നാൽ അത് അത്ഭുതപ്പെടേണ്ടതില്ല. അതിപ്പോ നമ്മുടെ അദ്ദേഹം തന്നെ അന്ന് പാലക്കാട് കഴിഞ്ഞോടുകൂടി പറഞ്ഞല്ലോ, ചേലക്കര കഴിഞ്ഞോട് കൂടിയിട്ട് കെ രാധാകൃഷ്ണൻ. അതെ, അതെ. ഈ ജനങ്ങൾക്ക് ജനപിന്തുണ കൂടിയിരിക്കുന്നു, മൂന്നാമതും LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ഒരു. എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു പ്രവചിക്കാൻ പറ്റാത്ത പ്രവചനാതീതമായ ഒരു രാഷ്ട്രീയ ചിത്രമായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് കേരള ജനതയ്ക്ക് സംഭാവന ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിലുള്ളൊരു പൊതുസംസാരം ഈ ബി ജെ പി സീറ്റ്, തൃശ്ശൂരിലെ സീറ്റ് BJPക്ക് ഡയറക്റ്റ് പ്രധാനമന്ത്രി ഇടപെട്ട് ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടെ ലഭിച്ചതാണെന്നും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കുറേയെങ്കിലും സീറ്റുകൾ, അതൊരു 15 മുതൽ 20 വരെയുള്ള സീറ്റുകൾ പലയിടങ്ങളിലും അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റുകളായിട്ട് ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടെ നേടാമെന്നൊക്കെ ഉള്ളൊരു രാഷ്ട്രീയ ചർച്ച കേരളത്തിൽ നടക്കുന്നു. സാറിൻ്റെ ഒരു അനുഭവത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്തുടനീളം രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളുമായി സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്തെങ്കിലും ഒരു സാധ്യതയുള്ള കാര്യമാണോ അത്? അല്ല, അതിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. BJPയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടക അവരുടെ കയ്യിൽ നിന്ന് കോൺഗ്രസ് അധികാരത്തിൽ വന്നു. തൊട്ടടുത്ത സംസ്ഥാനമായ കേരളത്തിലൂടെ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കേണ്ടത് BJPയുടെ ഒരാവശ്യം കൂടിയാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഒന്ന് കണ്ണടച്ചു വിട്ട് ഇടതുപക്ഷം വരട്ടെ എന്നൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത കടന്നുകൂടിയാലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ സത്യമാവാനും സംഭവിച്ചേക്കാം, സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. BJPയുടെ നേതൃത്വം നന്നായിരുന്നുവെങ്കിൽ കുറെ കൂടെ മെച്ചപ്പെട്ടാൽ. അതെ, തീർച്ചയായിട്ടും. ഗ്രൂപ്പുകൾ, സാർ നേരത്തെ പറഞ്ഞത് ഗ്രൂപ്പുകൾ, ഈ സന്ദീപ് വാര്യരുടെ ശക്തനായ ഒരു നേതൃത്വം, സന്ദീപ് വാര്യരുടെ ഒരു എഫക്റ്റ് വലിയ ഗോളുകളൊക്കെ ഒന്നും പാലക്കാടും സന്ദീപ് വാര്യരുടെ വരവ് കൊണ്ട് കോൺഗ്രസിനുണ്ടായോ UDFനുണ്ടായോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ചെറിയ ചെറിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേദി ഉണ്ടാക്കി കൊടുക്കും. ഒരു ചർച്ചയ്ക്ക് വേദി ഉണ്ടായി എന്ന് മാത്രമേ നമുക്ക് പറയാം. സന്ദീപ് വാര്യരുടെ വരവ് മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ച കേരളത്തിൽ ഉണ്ടായിരുന്നത് കവിഞ്ഞ് വലിയൊരു സന്ദീപ് വാര്യർ വന്നതോടുകൂടി എന്താ UDF രക്ഷപ്പെടാൻ പോകണം. സന്ദീപ് വാര്യർ വന്നുകൊണ്ടാണ് UDF നാളെ ജയിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും ഒരിക്കലും അതൊരു ഫാക്റ്റേ അല്ല, ഒരു ഫാക്റ്റും അല്ല. അത് പിന്നെ സരിൻ LDF പോയതുപോലെ ഇരിക്കുന്നു. എന്ത് സംഭവിച്ചു? ഒരു 860 വോട്ട് കുറഞ്ഞു, അത്രേ ഉള്ളൂ. ഉണ്ടായിരുന്ന വോട്ട് പറ്റി കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറവ് നേടി, അത്രേ ഉള്ളൂ. സരിനെയൊക്കെ ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു സംവിധാനം അനുസരിച്ച് സരിനെ പോലുള്ളവർക്കൊന്നും വലിയ വളർച്ചയൊന്നും ആ പാർട്ടിയിൽ ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ സന്ദീപ് വാര്യർക്കൊക്കെ കോൺഗ്രസിന് ചിലപ്പോൾ സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുക്കാം, സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു വിഷയം നമുക്ക് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. തുടർ ചർച്ചകൾ വീണ്ടും പലയിടത്തും പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം ഉറപ്പിക്കാം, വോട്ടുകൾക്ക് വേണ്ടി മതത്തെ സ്വാധീനിക്കുന്നത് രാഷ്ട്രീയത്തിനുമപ്പുറം സാമൂഹിക വ്യവസ്ഥിതിക്ക് വളരെ വലിയ ദോഷം ചെയ്യും. വർഗീയപരമായി ചിന്തിക്കുന്നവരോട് നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളൊരു മതേതര പാർട്ടിയാണ് എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കണം. കാരണം എല്ലാ രാഷ്ട്രീയത്തിനും അപ്പുറം കേരളം ഒരു മാതൃകയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക്. നന്മയാണ് ഇവിടെയുള്ള രാഷ്ട്രീയം, സ്നേഹമാണ് ഇവിടുത്തെ മതം. അങ്ങനെയാകണം രാഷ്ട്രീയം. തുടർ ചർച്ചകൾ ഉറപ്പായിട്ടും ഉണ്ടാകും. നമസ്കാരം.